എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വിവിധതരം സ്പിരിറ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് കപടഭക്തിയുടെ സ്പിരിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ കപടഭക്തി എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചർ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ആത്മീയതയുടെ ഏറ്റവും ഒരു എക്സ്ട്രീം ഡേഞ്ചർ ആയിട്ടുള്ള സോണിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ കപടഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കപടഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഭക്തിയുടെ നേരെ ഡ്യൂപ്ലിക്കേറ്റ് പിശാച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്ത്? കപടഭക്തി. ഈ കപടഭക്തി എന്ന് പറയുന്നത് എന്താ? ഉള്ളിൽ നമ്മൾക്ക് ദൈവത്തോട് യാതൊരു ഭക്തിയുമില്ല, യാതൊരു ബഹുമാനവുമില്ല, ദൈവത്തോട് യാതൊരു റെസ്പെക്റ്റും നമ്മൾക്കില്ല. പകരം നമ്മൾ എന്താണ് മറ്റുള്ളവരുടെ മുൻപിൽ, അതായത് മനുഷ്യന്മാരുടെ മുൻപിൽ അല്ലെങ്കിൽ ആത്മീയ നേതാക്കന്മാരുടെ മുൻപിലൊക്കെ നമ്മൾ ഭക്തിയുള്ളവരാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന വെറും കാട്ടിക്കൂട്ടലുകളെ മാത്രമാണ് എന്ത്? ഈ ഭക്തി, കപടഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ഭക്തി എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നമ്മൾക്കറിയാം, അത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾക്ക് ദൈവത്തോട് തോന്നുന്ന ഒരു ആരാധന, റെസ്പെക്റ്റ്, അല്ലേ, ദൈവത്തോട് തോന്നുന്ന ആ സ്നേഹം, അതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? ഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കപടഭക്തി എന്താണ്? കപടഭക്തിയുടെ അകത്ത് എന്തില്ല? ദൈവവുമില്ല, ദൈവത്തിനോടുള്ള സ്നേഹവുമില്ല, ദൈവത്തോടുള്ള ആരാധനയുമില്ല. പകരം എന്താണ്? അത് മനുഷ്യന്മാരെ കാണിക്കുവാനുള്ള അഭിനയം മാത്രമാണ് എന്ത്? ഈ കപടഭക്തി എന്ന് പറയുന്നത്. അതായത് ഭക്തിയുടെ അഭിനയമാണ് എന്ത്? കപടഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ പിശാച് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഉള്ളിലോട്ട് ഭക്തി എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളുടെ ഉള്ളിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് പിശാച് എന്ത് ചെയ്യും? കപടഭക്തി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഈ കപടഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾക്കറിയാം, നമ്മളൊരു ഭക്തരായിട്ട് നമ്മൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ വലിയൊരു ഭക്തി മാർഗത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ തിരിച്ചറിയുന്നത്? നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയും, അല്ലേ? നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് ആർക്കുണ്ടാകും? നമ്മൾക്ക് തന്നെ നമ്മളെക്കുറിച്ചുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക, സ്വഭാവം ഇങ്ങനെയാണ്, നമ്മളുടെ വാക്കുകൾ ഇങ്ങനെയാണ്, നമ്മളുടെ പ്രവൃത്തികൾ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ഉത്തമ ബോധ്യം നമ്മൾക്കുണ്ടാകും, അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്നൊക്കെ വിട്ട് ദൈവത്തോട് കുറച്ചും കൂടി അടുത്ത്, കുറച്ചും കൂടി ഒരു നല്ല വ്യക്തിയാകുവാൻ നമ്മൾ ശ്രമിക്കും, അല്ലേ? നമ്മളുടെ തെറ്റുകളെ കണ്ടെത്തി, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി, അതൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റത്തില്ല എങ്കിലും പടിയായിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിച്ച് നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഭക്തിയുടെ ആരംഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കപടഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ചില ആത്മീയ നേതാക്കന്മാർ ഉൾപ്പെടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നും കുഴപ്പമില്ലെന്നേ, നമ്മുടെ ദൈവം എല്ലാം ക്ഷമിക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും നമ്മൾക്കങ്ങ് എന്ത് കിട്ടും? നമുക്കങ്ങ് പാപക്ഷമ കിട്ടിക്കൊള്ളും. അതുകൊണ്ട് നമ്മൾ ഒരു ഭാഗത്ത് നമ്മളുടെ യഥാർത്ഥ സ്വഭാവം വെച്ച് കളിക്കുക, മറുഭാഗത്ത് നമ്മൾ നല്ല ഭക്തരായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു പോളിഷ് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ അവരാദ്യം ഒരു പോളിഷ് ചെയ്തു തരും നമ്മൾക്ക്. ഓക്കെ, ദൈവവചനം കൊണ്ടൊരു പോളിഷ് അങ്ങ് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മളോട് നമ്മളുടെ ആ ഒരു കുറവുകളോ നമ്മളുടെ പോരായ്മകളോ, എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞെന്താണ്, ന്യൂ ജനറേഷൻ സ്പിരിറ്റ്, അവരാണ് എന്ത് ചെയ്യുന്നത്? മെയിനായിട്ടും ഈ കപടഭക്തിയെ വളർത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ കുറവുകളൊന്നും ഓർക്കേണ്ടതേ, നമ്മൾ ഇത്രയേ ഉള്ളെന്ന് ദൈവത്തിന് അറിയാം, അതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മളങ്ങ് ഭക്തരായിട്ട് അങ്ങ് നടിച്ചാൽ മതി എന്ന് പറയുന്നിട്ട് ഇവർ കുറേ പ്രവചനങ്ങളും കൂടെ പറയും. എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നീ ഇന്ന തെറ്റുകളൊക്കെ നിൻ്റെ ജീവിതത്തിലുണ്ട്, നീ അതൊക്കെ മാറ്റി ദൈവത്തോട് നീ കൂടുതൽ അടുക്കണം, നീ അതൊക്കെ മാറ്റിക്കളഞ്ഞ് നീ അടുക്കണം ദൈവത്തോട്, അത് കഴിയുമ്പോഴാണ് ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുമെന്നൊക്കെയാണ് ഒരു ഒറിജിനലായിട്ടുള്ള ഒരു പ്രവാചകൻ നമ്മളോട് പറയേണ്ടത്, അല്ലേ? ഒരു ദൈവത്തിൻ്റെ പ്രവാചകൻ നമ്മളോട് പറയുന്നത് അങ്ങനെ. ഒരു ഒറിജിനൽ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ വെളിപ്പെടുത്തി തരും. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുൻപിൽ പരസ്യമായി നമ്മളെ അവഹേളിക്കുന്നവനല്ല, എന്ന് വെച്ചാൽ നമ്മളോട് തന്നെ രഹസ്യമായിട്ട് നമ്മളുടെ ഇന്ന കുറവുകളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, അതൊക്കെ നിങ്ങൾ എടുത്തു മാറ്റി ദൈവത്തോട് നിങ്ങൾ അടുക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ദൈവത്തിനോട് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യിപ്പിക്കുമെന്ന് പറയും. അതാണ് ഒരു യഥാർത്ഥ പ്രവാചകൻ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഈ കള്ളപ്രവാചകന്മാരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവർ നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകളൊന്നും വെളിപ്പെടുത്തത്തില്ല. അവർ നമ്മളെ അങ്ങ് എക്സ്ട്രീം ലെവലിൽ അങ്ങ് കൊണ്ടുവന്ന് എത്തിക്കും. അങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾക്ക് ഒന്നും അറിഞ്ഞുകൂടെ, എന്താണ് നമ്മളുടെ പാപം ഏതാണ്, തെറ്റേതാണ്, ശരി ഏതാണെന്ന് നമ്മൾക്ക് തിരിച്ചറിയുവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഈ കള്ളപ്രവാചകന്മാർ. അപ്പോൾ അതിലൂടെ എന്തായിത്തീരും? നമ്മളുടെ ഉള്ളിലേക്ക് ഒരു കപടഭക്തിയുടെ വിത്ത് കൊണ്ടുവന്നവർ വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഓർക്കുക, കപടഭക്തി ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്തത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ഗുണവുമില്ല. കാരണം പിശാച് നമ്മളെ
കൂടുതൽ കീഴ്പ്പെടുത്തുകയുള്ളൂ. എന്ത്? ഈ കപടഭക്തി കൊണ്ട്. ഓർക്കുക, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് കീഴടങ്ങിയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? നാട്ടുകാരുടെ അപ്രിസിയേഷൻ നമ്മൾക്ക് ആവശ്യമില്ല. എന്തിനും നമ്മളൊരു ഭക്തയാണ് അല്ലെങ്കിൽ ഒരു ഭക്തനാണ് എന്ന് നമ്മൾക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളത് ആരെയാണ് ബോധിപ്പിക്കേണ്ടത്? നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലല്ലേ? ഹൃദയത്തിൻ്റെ ഉൾപ്പോവുകളെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മാത്രമേ നമ്മൾ ആരാണെന്നും നമ്മളുടെ ജനനം എങ്ങനെയായിരുന്നുവെന്നും നമ്മളുടെ ഇന്നലകളും ഇന്നുകളും നാളുകളും ഒക്കെ എന്തായിരുന്നു എന്നും അറിയുന്ന ആർക്ക് മാത്രമാണ്? അത് ആ ദൈവത്തിനാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ്, എൻ്റെ അവസ്ഥ എങ്ങനെയാണ്? എനിക്ക് തെറ്റുകൾ പറ്റിപ്പോയി, എനിക്ക് കുറവുകളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്ന പോരായ്മകളുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നു. എന്നാൽ അതിൽ നിന്നും എന്നും എനിക്ക് പുറത്ത് കിടക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം പടിപടിയായിട്ട് നമ്മളെ എന്ത് ചെയ്യും? ഒരു നല്ല വ്യക്തിയായിട്ട് നമ്മളെ രൂപപ്പെടുത്തി എടുക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ, പകരം നമ്മൾ ഈ ഒരു വഴിയിലേക്ക് പോകാതെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ തെറ്റുകളെയൊക്കെ മറച്ചു വെച്ച് ഒരിക്കൽ പോലും ഒരു കൺഫെഷൻ നമ്മൾ ദൈവത്തിന് മുൻപിൽ നടത്താതെ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ഭക്തിയുടെ വേഷം കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ സഭയിലൊക്കെ ചെന്നിട്ട് നമ്മൾ വലിയ ഭക്തരാണെന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് വചനം നമ്മളോടാണ് ഇടപെടുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ആരാധിക്കുക, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനി എല്ലാവരും കൈയടിക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ കൈയടിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഹല്ലേലൂയ പറയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ പറയണമെന്നുമില്ല. ഓക്കെ, അത് നമ്മൾ ഒറ്റ വാക്ക്, ഒരു ഹല്ലേലൂയാണ് നമ്മളുടെ വായിൽ നിന്ന് വരുന്നതെങ്കിൽ അത് എവിടെ നിന്ന് വരണം? നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരണം. നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്നു എങ്കിൽ മാത്രമേ നമ്മളത് പറയേണ്ട കാര്യമുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ഹല്ലേലൂയ കൊണ്ട് എന്തുള്ളൂ? അർത്ഥമുള്ളൂ. അല്ല എങ്കിൽ അതൊക്കെ വെറുതെ ചുമ്മാ കുറേ വാക്കുകൾ പറയുകയും കുറേ സമയം കളയുകയും അല്ലാതെ അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ പലരും നമ്മൾക്കറിയാം ഇന്ന് ആത്മീയ ഗോളത്തിൽ എന്താ പറയുക, കപടഭക്തിക്കാരാണ് 75%, അല്ലേ? 25% മാത്രമേ ഒറിജിനൽ ഭക്തിയുള്ളവരുള്ളൂ. ഈ ഒറിജിനൽ ഭക്തിയുള്ളവരെയൊന്നും അധികം ആരും അറിയപ്പെടാറ് പോലുമില്ല, അല്ലേ? എന്നുള്ളതാണ് അതിനകത്തെ സത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളുടെ മുൻപിൽ ഒരാൾ നിൽക്കുകയാണ്. ഓക്കെ, നമ്മളിങ്ങനെ മാറി ആഡംബര ജീവിതം ഇങ്ങനെ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ മുൻപിൽ ഒരു വ്യക്തി ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡ്രസ്സ് ഇല്ലാതെയൊക്കെ നമ്മളുടെ മുൻപിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ അവരോട് നമ്മൾക്ക് കരുണ കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് കുറേ സ്തോത്ര കാഴ്ച ഇട്ടിട്ടോ അല്ലെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ എന്താണ്? അതൊക്കെ കപടഭക്തിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയുള്ളൂ കേട്ടോ. ദൈവസന്നിധിയിൽ ഓർക്കുക, നമ്മൾക്ക് ആദ്യം എവിടെയാണ് മാനസാന്തരം വരേണ്ടത്? നമ്മളുടെ ഹൃദയത്തിലാണ് മാനസാന്തരം വരേണ്ടത്. മാനസാന്തരം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാമോ? നമ്മളുടെ ഭക്തിയും എവിടെ നിന്ന് ആരംഭിക്കും? ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കും. അത് ആരോട് മാത്രമായിരിക്കണം? ദൈവത്തോട് മാത്രമായിരിക്കണം. അല്ലാതെ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരോടോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നത നിലയിൽ നിൽക്കുന്നവരോടോ ഒന്നുമല്ല നമ്മൾക്ക് ഭക്തി കാണിക്കേണ്ടത്. ഭക്തി ആരോട് കാണിക്കണം? ദൈവത്തോട് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രം ഒരു തുറന്ന പുസ്തകം പോലെ ഇരിക്കുക, നാട്ടുകാരുടെ മുന്നിലല്ല. ഓക്കെ, നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും എന്താ പറയുക പ്രോത്സാഹനങ്ങൾ ലഭിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആരുടെയെങ്കിലും നല്ല വാക്കുകൾ കാണിക്കുവാൻ വേണ്ടി നമ്മൾ ദീർഘമായി പ്രാർത്ഥിക്കുന്നവരാണെന്നോ ദീർഘമായി ഉപവസിക്കുന്നവരാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൈയയച്ച് സഹായം ചെയ്യുന്നവരാണെന്നോ ഒന്നും നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ദൈവം അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കപടഭക്തിക്കാരെ പോലെ എന്ത് ചെയ്യരുത്? ജൽപ്പനം നടത്തരുത്. അതിൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞു വരുന്ന ഞാനും വലിയ ഭക്തയാണെന്നോ അല്ലെങ്കിൽ അങ്ങ് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നോ ഒന്നുമല്ല പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരിയാണ്. എനിക്കറിയാവുന്ന ദൈവം എന്നെ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ്? നമ്മൾ ഉപവസിക്കുവാൻ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലേ? പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഏത് ജാതി? പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ പൈശാചിക മണ്ഡലം മാറിപ്പോകത്തില്ല. അപ്പോൾ അത് മാറിപ്പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, അല്ലേ? ദൈവത്തിൻ്റെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഉപദേശമാണ്. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഫാസ്റ്റിംഗ് ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫാസ്റ്റിംഗ് ആണ് മറ്റുള്ളവരെ നമ്മൾ അറിയിക്കേണ്ട കാര്യവുമില്ല. പിന്നെ നമ്മൾക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പറയാതെ നിർവാഹമില്ല, അല്ലേ? ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ചെന്നു, ഒരു വീട്ടിൽ നമ്മൾക്ക് എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നപ്പോൾ അവർ നമ്മൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമ്മൾക്ക് അവരോട് പറയാതെ നിർവാഹമില്ല, അല്ലേ? ഞാൻ
ഇരിക്കത്തില്ല, ഞാൻ ഫാസ്റ്റിംഗ് ആണെന്ന് നമ്മൾക്ക് അവരുടെ അടുത്ത് പറയേണ്ടി വരും. പക്ഷേ എത്ര ദിവസമാണെന്നൊന്നും നമ്മൾ അവരോട് പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നീ ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യണം? ക്ഷീണിതനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കേണ്ട കാര്യമില്ല. നീ മുഖം കഴുകി നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. കാരണം അതിനൊക്കെ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവം മാത്രമേ അറിയാൻ പാടുള്ളൂ, അല്ലേ? ദൈവം മാത്രം അറിഞ്ഞാലേ നമ്മൾക്കതിൻ്റെ പ്രതിഫലം കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് അവരുടെ കുറേ അപ്രിസിയേഷനൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫലം അവിടെ പോയി കഴിഞ്ഞു. കാരണം നമ്മൾക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ആ നല്ല വാക്കുകളിൽ നമ്മുടെ ഫലം തീർന്നു. ഓക്കെ, ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് പ്രതിഫലം ലഭിക്കത്തില്ല. അത് ഞാൻ ഈ പറയുന്നത് വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്, വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉപവസിക്കരുത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? ധർമ്മം കൊടുക്കുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ കാഹളം ഊതരുത്. ഇതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മളുടെ ഭക്തി എവിടെ നിന്ന് വരണം? ഹൃദയത്തിൽ നിന്ന് വരണം. നമ്മുടെ ഭക്തി ആരാണ് അറിയേണ്ടത്? ദൈവമാണ് അറിയേണ്ടത്, അല്ലാതെ നാട്ടുകാരല്ല, അല്ലേ? നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റോ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റോ കിട്ടിയിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവർ നമ്മുടെ ഭക്തരെന്ന് പറഞ്ഞിട്ടോ അഭക്തരെന്ന് പറഞ്ഞിട്ടോ നമ്മൾക്കൊന്നും നഷ്ടപ്പെടാനുമില്ല, ഒന്നും കിട്ടാനുമില്ല. ഓക്കെ, നമ്മൾക്ക് ഇതിൻ്റെ പ്രതിഫലം എവിടെ നിന്ന് കിട്ടണം? അത് ദൈവത്തിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ ആരെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ മാത്രമായിരിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കപടഭക്തി നമ്മളുടെ ജീവിതത്തിൽ വേണ്ട. നമ്മൾക്ക് 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മൾക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് 5 മിനിറ്റാണ്. 5 മിനിറ്റ് നമ്മൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. അത് നമ്മളങ്ങ് സമ്മതിക്കുക. ആരുടെ മുൻപിലാണ് നമ്മൾ സമ്മതിക്കേണ്ടേ? ദൈവത്തിൻ്റെ മുൻപിൽ അങ്ങ് സമ്മതിച്ചു കൊടുക്കുക. കർത്താവ്, എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ, എനിക്ക് 5 മിനിറ്റിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരണം, പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം തരണം, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കൃപ തരണം, അന്യഭാഷയുടെ ആഴങ്ങളിലേക്ക് ഇറക്കണം, എനിക്ക് ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ കൃപ തരണം. അതൊക്കെ ഒരു ദൈവത്തിൻ്റെ കൃപയല്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റത്തില്ല. ഫാസ്റ്റിംഗ് ഒക്കെ ഇരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമ്മളെ കൊണ്ട് പറ്റത്തേ ഇല്ല. നമ്മൾ ഇപ്പോൾ കുറച്ചൊരു അതിന് നമ്മൾ ഇന്ന് ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ നമ്മുടെ സ്വന്തം ബലത്തിൽ നമ്മൾ ആശ്രയിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ 11-11:30 ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യും? വിശപ്പ് തുടങ്ങും, നമ്മൾ ക്ഷീണിതരായി പോകും. പക്ഷേ ദൈവത്തിനോട് നമ്മൾ ബലം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഏത് ബലഹീനനായ വ്യക്തിക്ക് പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ 21-40 ഒക്കെ ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ എന്ത് ചെയ്യും? ദൈവം നമ്മൾക്ക് കൃപ തരും. ആ കൃപ ആര് തരണം? ദൈവം തരണം. ദൈവം തന്നിട്ട് നമ്മൾ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആ ഒരു സമർപ്പണത്തോടെ ഇരുന്ന് കഴിയുമ്പോഴേ അതിനൊക്കെ എന്തുള്ളൂ? പ്രതിഫലമുള്ളൂ. അല്ലാതെ കപടഭക്തി നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കരുത്. ഓർക്കുക, ഈ കപടഭക്തി എന്ന് പറയുന്നത് എന്താണ്? അതൊരു പൈശാചിക സ്പിരിറ്റാണ്. ഓർക്കുക, നമ്മളെ ഭക്തി എന്ന് പറയുന്നതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് എന്ത്? കപടഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ കപടഭക്തിക്കാരാകാതെ നമ്മൾ ഇരിക്കുക. നമ്മൾക്ക് ലോകത്തിൻ്റെ മുൻപിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾക്ക് ഒരു കാര്യവുമില്ല. നമ്മൾക്ക് ദൈവത്തിൻ്റെ മുൻപിലുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾക്ക് വേണ്ടുന്നത്, അല്ലേ? നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉൾപ്പുകളെയും അറിയുന്നത് ആരാണ്? ദൈവം മാത്രമാണ് അറിയുന്നത്, വേറെ ഒരാൾക്കും അറിയത്തില്ല. പുറത്തുനിന്ന് കാണുന്നവർ പല വിധത്തിൽ നമ്മളെ വിലയിരുത്തും. അതൊക്കെ അവരുടെ താല്പര്യം, അതൊക്കെ അവരുടെ ഇഷ്ടം, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഗുണവും കിട്ടാൻ പോകുന്നില്ല, ദോഷവും കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടണം? ഉന്നതത്തിൽ നിന്ന്, നമ്മുടെ ദൈവത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് കിട്ടണം. ആ ദൈവത്തിനാണ് നമ്മുടെ ഹൃദയത്തെ അറിയത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അഭിനയിക്കുന്നവരാകരുത് കേട്ടോ. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടി നമ്മൾ അഭിനയിക്കരുത്. ഭക്തി നമ്മൾ ഒരിക്കലും അഭിനയിക്കാൻ പോകരുത്. നമ്മൾക്ക് ഭക്തി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മാത്രം നമ്മൾ ദൈവസന്നിധിയിൽ കാണിക്കുക. ദൈവത്തോടിൻ്റെ മുൻപിൽ മാത്രം അത് നമ്മൾ കാണിക്കുക. സമൂഹത്തിന് മുൻപിൽ നമ്മൾ കാണിക്കുവാൻ പോകരുത്. അതങ്ങനെ നമ്മൾ കാണിക്കുവാൻ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലും നമ്മൾക്ക് ആത്മീയത്തിൽ വളരാൻ പറ്റത്തില്ല. പകരം നമ്മളുടെ ആത്മീയ ജീവിതം എന്താ പറയുക, തകർന്നു പോകുകയും നമ്മളെ പിശാചിൻ്റെ അടിമയായി തീരുകയും ചെയ്യും. നമ്മൾക്ക് നമ്മുടെ നിത്യത തന്നെ നമ്മൾക്ക് നഷ്ടമാകും. കാരണം ഈ യഥാർത്ഥ ഭക്തൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ തെറ്റുകളെ ദൈവം നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരും, അല്ലേ? പരിശുദ്ധാത്മാവും സത്യത്തിൻ്റെയും നീതിയുടെയും ആത്മാവ്, അല്ലേ? നമ്മളുടെ സത്യം എന്താണ്, ശരി എന്താണ്, തെറ്റാണെന്നൊക്കെ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കപടഭക്തിക്കാരായി ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ പ്രവർത്തിക്കുവാൻ കഴിയാതെ വരും. പിശാചായിരിക്കും പിന്നെ നമ്മളിൽ കർത്തൃത്വം നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ കപടഭക്തിക്ക് ഒരിക്കലും കീഴടങ്ങരുത്. നമ്മൾക്ക് പറ്റുന്നില്ല, നമ്മൾ പറ്റുന്നത് പോലെ ദൈവസന്നിധിയിൽ അത് സമർപ്പിക്കുക. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും നമ്മളൊന്നിനും ശ്രമിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് കപടഭക്തി ഒരിക്കലും നമ്മളെ കപടഭക്തിക്കാരാകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കണക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എത്ര നേരം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവത്തെ മാത്രം അറിയിക്കുക. നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുന്നതിൻ്റെ കണക്കും ദൈവത്തെ മാത്രമേ അറിയിക്കേണ്ട കാര്യമുള്ളൂ. ദൈവം അത് അറിഞ്ഞുകൊള്ളും. മറ്റുള്ളവരെ നമ്മൾ അറിയിക്കേണ്ട
കാര്യമില്ല, ഞാൻ ഇത്ര ദിവസം ഫാസ്റ്റിംഗ് ആണെന്ന് നമ്മൾ അനൗൺസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ അതും ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യമില്ല എന്നും കൂടെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? കപടഭക്തിക്കാരല്ലാതെ ഒരു യഥാർത്ഥ ഭക്തനായിട്ട്, ഒരു യഥാർത്ഥ ഭക്തിയായിട്ട് ജീവിക്കുവാനുള്ള കൃപ ദൈവം നമ്മൾക്ക് തരട്ടെ. അത് ദൈവം തന്നാലേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ആർക്കും അത് തരുവാൻ പറ്റത്തില്ല. നമ്മളെ ഒരു നല്ല ഭക്തയായിട്ട് അല്ലെങ്കിൽ ഭക്തനായിട്ട് വളർത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവം വളർത്തിയാൽ മാത്രമേ നമ്മൾ വളരത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.